ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഫുഡ് ഗ്രോസറി ഡെലിവറി ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെ 5 മണിക്കൂർ സേവനങ്ങൾ പൂർണ്ണമായി നിർത്തിവെച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇന്ധനവിലയ്ക്ക് അനുസൃതമായി ഡെലിവറി ജീവനക്കാർക്ക് നൽകുന്ന അടിസ്ഥാന നിരക്കുകളിലും കിലോമീറ്റർ അലവൻസുകളും കമ്പനികൾ ഉടൻ വർദ്ധിപ്പിക്കണമെന്നതാണ് പ്രധാന ആവശ്യം. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നതിനിടെ ഓൺലൈൻ ഫുഡ് ഡെലിവറി മേഖലയെ സാരമായി ബാധിക്കുന്ന പ്രതിഷേധത്തിലേക്കാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഒന്നടങ്കമുള്ളത്. സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലെ ജീവനക്കാരാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. ഇന്ധനവില ഉയർന്നിട്ടും വേതന നിരക്കിലോ ഓർഡർ കമ്മീഷനിലോ വർധനവില്ലെന്നതാണ് തൊഴിലാളികളുടെ പ്രധാന പരാതി. ഭക്ഷണ സാധനങ്ങൾ കൃത്യസമയത്ത് ഉപഭോക്താക്കളുടെ പക്കൽ എത്തിക്കാനായി ബൈക്കുകളിൽ ദിവസവും കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ഫുഡ് ഡെലിവറി ജീവനക്കാർക്ക് തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ വലിയൊരു പങ്ക് പെട്രോൾ അടിക്കാൻ മാത്രമായി മാറ്റിവെക്കേണ്ടി വരുന്നു. ഇതോടെ മറ്റു ചിലവുകൾക്കോ കുടുംബം പുലർത്താനോ പണം തികയുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. സാധനമായിട്ട് ഉണങ്ങുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ എന്നാലും തരണം ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് ഓടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളെ വീട്ടിലും ഈ ഒരു കിട്ടുന്ന പൈസ കൊണ്ടാണ് നമുക്ക് വീട്ടിൽ ചിലവും കാര്യങ്ങളും എല്ലാം നടക്കുക. അതുകൊണ്ട് പിന്നെ ഒരു രക്ഷയില്ല. ഇത് പെട്രോളിൻ്റെ വില അനുസരിച്ച് കൂട്ടി തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമാണ്. ഞങ്ങളെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. കാരണം ഇവിടെ ഞാനൊരു 10 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 500 രൂപ അടുപ്പിച്ച് കിട്ടും. പക്ഷേ അതിലും കൂടുതൽ ഇപ്പം ദിവസേന 400 രൂപയുടെ പെട്രോൾ അടിച്ച് ഞാൻ വരുന്നത്. ആ 400 രൂപ പെട്രോൾ ഇവിടെ തന്നെ ഒരു 10 ഓർഡർ, അറ്റ്ലീസ്റ്റ് 10 ഓർഡർ. ഇപ്പോൾ ബൈപ്പാസ് ഓഫ് ചെയ്ത് കാരണം കുടിച്ചിറ വഴി കറങ്ങിയൊക്കെ പോകുന്നത്. ആ കറങ്ങി പോകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ടിക്കറ്റ് ലോസ് ചെയ്യും. അത് ചിലപ്പം GPS കറക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ പൈസ തരാതിരിക്കും. പിന്നെ ചിലപ്പോഴാണ് 12, 8, 9 ഒക്കെ വെച്ച് തരും. അതേ ഉള്ളൂ, അല്ലാതെ വേറെ നമുക്ക് ഇതിനകത്തോട് ഇതുമില്ല. നിലവിലെ സാഹചര്യത്തിൽ അടിസ്ഥാന നിരക്കും കിലോമീറ്റർ അലവൻസും വർദ്ധിപ്പിക്കണമെന്നും പ്രത്യേക ഫ്യൂവൽ സബ്സിഡി അനുവദിക്കണമെന്നുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. താൽക്കാലിക പണിമുടക്ക് കമ്പനികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണെന്നും വരും ദിവസങ്ങളിൽ അധികൃതർ അനുകൂലമായ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സർവീസുകൾ പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ അനിശ്ചിതകാല സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും ഡെലിവറി ജീവനക്കാരുടെ സംഘടനകൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊല്ലം.